الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्हम्दुलिल्लाह इस साल फिर अल्लाह ताला के फजल से यूके का जलसा सालाना अपनी तमाम तर बरक़ात के साथ അൽഹംദുലില്ലാ और शुक्र के ഈ വർഷം വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യു കെ ജൽസ സാലാന അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി हर एक ने देखे और महसूस की നന്ദി പ്രകടനത്തിന്റെ വിഷയങ്ങളെ जो जलसागाह में बैठे കൂടുതൽ തിളക്കമുള്ളതാക്കി തീർത്തുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച സമാപിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ എല്ലാവരും ദർശിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തു. സമ്മേളന നഗരിയിൽ ഇരുന്നവരും स्ट्रीमिंग के जरिए से भी MTA മുഖേന लोगों ने ലോകത്തിലെവിടെയിരുന്നും ജലസെ വീക്ഷിച്ചവരും അത് അനുഭവിച്ചറിഞ്ഞു. ताला का MTA കൂടാതെ शुमार फजल है. ഇന്റർനെറ്റ് സ്ട്രീമിംഗിലൂടെയും 1,00,000-ലധികം പേർ ജലസയുടെ പരിപാടികൾ ശ്രവിക്കുകയുണ്ടായി. यहाँ के जलसे को നവീന മാധ്യമങ്ങളിലൂടെ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജലസയുടെ പരിപാടികൾ വീക്ഷിക്കാനും ശ്രവിക്കാനും സാധ്യമായത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. सिलसिला जारी है. ജലസയ്ക്ക് ശേഷവും मुझे आते हैं ജമാഅത്ത് അംഗങ്ങളുടെ और ജലസയെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളും ആശംസകളും വന്നുകൊണ്ടിരിക്കുകയാണ്. हम भी ये महसूस कर रहे थे നിത്യവും എനിക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്. बराह रास्त शामिल ദൂരദിക്കുകളിൽ ആയിരുന്നിട്ടും और अब जलसा खत्म होने के बाद ഞങ്ങളും ജലസയിൽ പങ്കെടുത്തതായിട്ടാണ് അനുഭവപ്പെട്ടതെന്നാണ് അധികം പേരും എഴുതിയിരിക്കുന്നത്. अजीब दुनिया है जिसका इखलास व वफा മാത്രമല്ല ജലസ സമാപിച്ചതിന് ശേഷം ഉദാസീനത പടർന്നു എന്നും എഴുതുന്നു. इस इखलास व वफा का അഹമ്മദികളുടെ ഈ ലോകം गैरों पर ഒരു വിചിത്ര ലോകം തന്നെയാണ്. അതിന്റെ ആത്മാർത്ഥതയും കൂറും വിചിത്രമായതാണ്. मानों को सुनाऊंगा. ഈ ആത്മാർത്ഥതയും मौजूदीन കൂറും यहाँ जैसे അന്യരിലും പ്രഭാവം ചെലുത്തുന്നു. जलसे में ഏതാനും പ്രതികരണങ്ങൾ ചില അതിഥികളുടെ ഞാൻ കേൾപ്പിക്കുന്നതാണ്. करते हुए इजहार ख्याल किया ചില ബഹുമാന്യ വ്യക്തികൾ ജലസയിൽ സ്റ്റേജിൽ വന്നുകൊണ്ട് തങ്ങളുടെ दुनिया पर अल्लाह ताला ने जो അഭിപ്രായങ്ങൾ പരാമർശിക്കുകയുണ്ടായി. किस तरह अल्लाह ताला रोक ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. दुनियावी എങ്ങനെയാണ് അള്ളാഹു ലോകത്തിനുമേൽ जाहिर कमजोर सी അഹമ്മദിയ ജമാഅത്തിന്റെ ഗാംഭീര്യത വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതിന്റെ प्रोय होने की वजह से ഉദാഹരണങ്ങളായിരുന്നു അവ. होने की वजह से ഭൗതിക കണ്ണുകളിൽ लीडर आते हैं और ये ഇതൊരു ദുർബല ജമാഅത്താകുന്നു. आने पर फख्र है. എന്നാൽ ഖിലാഫത്തിന്റെ കണ്ണികളാൽ കോർക്കപ്പെട്ട കാരണത്താൽ, ഐക്യമുള്ള കാരണത്താൽ बहुत से ऐसे വലിയ വലിയ നേതാക്കൾ വരികയും जो यहाँ ഞങ്ങൾക്കിവിടെ വരുന്നതിൽ അഭിമാനമുണ്ട്, कुछ कहने का मौका नहीं मिला, गैर मेहमान थे. ഞങ്ങൾ ജമാഅത്തിനോട് കൃതജ്ഞതയുള്ളവരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും लेकिन दिली कैफियत का इजहार ധാരാളം പേർക്ക് ഇവിടെ വരുവാനും സ്റ്റേജിൽ ചിലത് പറയുവാനും അവസരം ലഭിക്കുകയുണ്ടായി. कोई बनावट नहीं. പുറത്തുനിന്നുള്ള അതിഥികൾക്ക് ചിലർ തങ്ങളുടെ സന്ദേശം അയക്കുകയുണ്ടായി. दीन के എന്നാൽ ഹൃദയാവസ്ഥയെ അവർ പിന്നീടാണ് വെളിപ്പെടുത്തിയത്. आए हुए थे അത് കൃത്രിമമായിട്ടുള്ള और उन्होंने अपने അവസ്ഥയെക്കുറിച്ചല്ല അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. वहां भी ഉദാഹരണമായി ബെനിനിലെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഇവിടെ വന്നിരുന്നു. कोर्ट एसोसिएशन के सदर भी हैं. അദ്ദേഹം തന്റെ അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. के 58 ममालिक ഈ വ്യക്തി वजीर भी रह चुके हैं. ഫ്രാങ്കോഫോൺ രാഷ്ട്രങ്ങളുടെ സുപ്രീം കോർട്ട് അസോസിയേഷന്റെ പ്രസിഡന്റുമാകുന്നു. करने वालों का ഈ അസോസിയേഷനിൽ ആഫ്രിക്കയിലെ 98 രാഷ്ട്രങ്ങൾ അംഗങ്ങളാണ്. मैं उन नौजवानों और बच्चों അദ്ദേഹം മന്ത്രിയുമായിരുന്നു. അദ്ദേഹം തന്റെ അഭിപ്രായങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ജലസയിൽ പണിയെടുത്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പറയുന്നു, सबके चेहरों से मुस्कुराहटें बिखरती देखी. ഏറ്റവും ആദ്യമായി ഞാൻ യുവാക്കൾക്കും കുട്ടികൾക്കും നന്ദി പറയുന്നു. कुछ
खुशगवार वाक़या അവരെ ഞാൻ ദിനരാത്രങ്ങളോളം ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി പണിയെടുക്കുന്നതായി കാണുകയുണ്ടായി. मैं इस जलसे से എല്ലാവരുടെ മുഖങ്ങളിൽ നിന്നും പുഞ്ചിരി പ്രതിഫലിച്ചു കാണുകയുണ്ടായി. ഇത്ര വലിയ ഇജ്തിമായിൽ അരോചകമായ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. എല്ലാം ഉത്തമമായിരുന്നു, അച്ചടക്കത്തിന്റെ ഉത്തമ മാതൃകകളായിരുന്നു. ഈ ജലസയിൽ നിന്ന് ആത്മാർത്ഥതയും ആത്മീയതയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആത്മാർത്ഥതയുടെയും ആത്മീയതയുടെയും ഈ ഉന്നത മാതൃകകൾ അഹമ്മദിയത്തിന്റെ മാത്രം സവിശേഷതയാകുന്നു. निहायत मुतासिरकुन ഇവിടെ വന്നുകൊണ്ട് ഇവിടത്തെ ഈ അന്തരീക്ഷം കണ്ടുകൊണ്ട് हर कौम के മുസ്ലിമാണെന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ऐसे लोग പറയുന്നു, ജലസയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുകൂടി रखने वाले हैं। സംവിധാനം വളരെയധികം പ്രഭാവം ചെലുത്തുന്നതും സുസംഘടിതവുമായിരുന്നു. जलसे में होने वाली तमाम तकारीर इंतहाई अच्छे तरीके से पेश എല്ലാ സമൂഹത്തിൽപ്പെട്ട ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന പ്രാദേശികരും വിദേശീയരുമായവർ ഈ ജലസയിൽ പങ്കെടുക്കുകയുണ്ടായി. तो वहाँ उन्होंने ജലസയിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പ്രഭാഷണങ്ങളും മനോഹരമായ നിലയിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. कॉन्फ्रेंस के दौरान പിന്നീട് അദ്ദേഹം സ്വദേശമായ जो वहाँ के ബെനിനിൽ തിരിച്ചെത്തിയതിനു ശേഷം അവിടെ വിമാനത്താവളത്തിൽ VIP ലോഞ്ചിൽ जमात अहमदिया ने പ്രസ് കോൺഫറൻസിനിടയിൽ പ്രിന്റ് ആൻഡ് മീഡിയ പ്രതിനിധിയോട് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. 120 അത് അവിടുത്തെ ദേശീയ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. बहरहाल പറയുന്നു, कहते हैं അഹമ്മദിയ ജമാഅത്ത് जरी जमीन में अपना ലണ്ടന് പുറത്തായി हुआ था 120 ഏക്കർ ഭൂമിയിൽ याद की हर ഒരു നഗരം തന്നെ അധിവസിപ്പിച്ചിരിക്കുന്നു. काम करने वाले नौजवान बच्चे और दूसरे 120 ഏക്കർ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ അത് 208 ഏക്കർ ആകുന്നു. मेहमानों की खिदमत के जज्बे से അവിടെ മനുഷ്യന് അനിവാര്യമായ എല്ലാം തന്നെ ലഭ്യമായിരുന്നു. അവിടെ പണിയെടുക്കുന്ന യുവാക്കളും കുട്ടികളും മറ്റുള്ളവരുമെല്ലാം തന്നെ വളരെ പ്രയത്നിച്ചുകൊണ്ട് സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതായി കാണപ്പെട്ടു. ऐसे नौजवान അതിഥികളെ സേവിക്കുന്നതിൽ ഇത്രത്തോളം ആവേശഭരിതമായ മറ്റു ജമാഅത്തിനെയും ഞാൻ കണ്ടിട്ടില്ല. इस चीज से ताल्लुक ना हो ഏതെങ്കിലും അതിഥിക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഉടൻ തന്നെ അത് നിറവേറ്റിക്കൊടുക്കുമായിരുന്നു. करके ഇതുമായി ബന്ധമില്ലാത്ത ഒരു യുവാവിനോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുക്കുമായിരുന്നു. तो इतने बड़े मजमे में से मैंने किसी को बोलते പറയുന്നു, ഈ വലിയ സദസ്സിൽ इन तकारीर को बड़े निमाक से सुना അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ പ്രഭാഷണം നടത്തുമ്പോൾ 31,000 से ज्यादा लोग वहाँ അതിൽ നിന്നാരെയും സംസാരിക്കുന്നതായി ഞാൻ കണ്ടില്ല. ये एक अजीब नजर എല്ലാവരും जो मैं कभी മൗനമായിരുന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. 31,000-ലധികം ആളുകൾ സന്നിഹിതരായിരുന്നു. എന്നിരുന്നിട്ടും നിശബ്ദതയായിരുന്നു. उसमें എനിക്ക് മുൻപൊരിക്കലും കാണാൻ സാധിച്ചിട്ടില്ലാത്ത വിചിത്രമായ ദൃശ്യമായിരുന്നു അത്. कि जब जलसा खत्म हुआ പിന്നീട് तो मैंने कहीं भी धक्कम पेल नहीं देखी। പ്രസ് കോൺഫറൻസിൽ പറയുന്നു, रात से सब लोग आराम और सुकून से एक एक करके निकल रहे थे। अगर किसी को कोनी लग जाती या किसी ജലസ സമാപിച്ചപ്പോൾ को आ जाता ഞാൻ എവിടെയും ഉന്തും തള്ളും കണ്ടില്ല. छोटी छोटी സമ്മേളന നഗരിയിൽ നിന്ന് സമാധാനത്തോടെ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുകയായിരുന്നു. ആരുടെയെങ്കിലും കൈമുട്ട് മറ്റുള്ളവരുടെ ദേഹത്ത് കൊള്ളുകയോ അല്ലെങ്കിൽ കാലിൽ ചവിട്ടുകയോ ചെയ്താൽ ക്ഷമ ചോദിക്കുമായിരുന്നു. हर चीज का वही इंतजाम था നിസാര കാര്യങ്ങളിൽ പോലും പരസ്പരം ക്ഷമ ചോദിക്കുകയായിരുന്നു. और आला ഇത്തരത്തിലുള്ള ദൃശ്യം ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. പറയുന്നു, 31,000 ആളുകൾ പരസ്പരം ഇടകലർന്നാണ് കഴിഞ്ഞിരുന്നത്. എല്ലാവരും അവിടെ തന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. तरक्की कर सकता है। എല്ലാത്തിനുള്ള സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഉന്നത വിദ്യാസമ്പന്നരും പങ്കെടുത്തിരുന്നു. ഇത് വിദ്യാസമ്പന്നരുടെ ജമാഅത്താണെന്നുള്ളതിന്റെ തെളിവായിരുന്നു അത്. अमन और रवादारी പിന്നീട് പറയുന്നു, നമ്മുടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ ജമാഅത്തിന്റെ സേവനങ്ങൾ കാരണത്താൽ അത് സാധ്യമാകുന്നതാണ്. ഞാൻ ബെനിനിലെ ജനങ്ങളോട് പ്രത്യുത മുഴുവൻ മുസ്ലിം ലോകത്തോടും പറയുന്നു, സമാധാനവും സമത്വവും അഹമ്മദിയ ജമാഅത്തിൽ നിന്ന് പഠിക്കുക. ജമാഅത്തിനെ എതിർക്കുന്നത് സംബന്ധിച്ചുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ബെനിനിലെ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, അവരെ എതിർക്കുന്നത് ഉപേക്ഷിക്കുക, അവരിൽ നിന്നും ഇസ്ലാം പഠിക്കുക. दुनिया में अमन कायम हो जाए। फिर कहते हैं कि शाम വളരെ വേഗത്തിൽ ജമാഅത്ത് പുരോഗതി കൈവരിക്കുന്ന ബെനിനിലെ ചില പ്രദേശങ്ങളിൽ ജമാഅത്തിന് ശക്തമായ എതിർപ്പുകളെ നേടേണ്ടി വരുന്നുണ്ട്. उनसे मोहब्बत करते देखा। मैंने इन लोगों को अपने പറയുന്നു, ലോകത്ത് സമാധാനം സ്ഥാപിതമാകണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് അഹമ്മദിയ ഖലീഫയ്ക്കുള്ളത്. പിന്നീട് പറയുന്നു, ജലസയിൽ പങ്കെടുത്തവർ ഖലീഫയെ സ്നേഹിക്കുന്നത് പോലെ ഖലീഫ അവരെയും സ്നേഹിക്കുന്നതായി കാണുകയുണ്ടായി. അതായത് ഇവരെ തങ്ങളുടെ ഖലീഫയോടുള്ള സ്നേഹത്താൽ കരയുന്നവരായി കണ്ടു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത അഭൂതപൂർവമായ ദൃശ്യങ്ങളായിരുന്നു അത്. ഇതായിരുന്നു ഒരു പ്രതികരണം. मीडिया के लिए हायर अथॉरिटी कमीशन की सदर हैं। ലമീബ ബിയ ത്രോ സാഹിബ ബുർക്കിന ഫാസോയിൽ നിന്നും പങ്കെടുത്ത സ്ത്രീയാണ്. इटली और അവർ ബുർക്കിന ഫാസോയിലെ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയയുടെ ഹയർ അതോറിറ്റി കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. नुमाइंदगी भी कर चुकी हैं। 2 തവണ രാജ്യത്തിന്റെ ഫെഡറൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. इस जलसे में शमूलियत അതുകൂടാതെ ഇറ്റലിയിലും ആസ്ട്രിയയിലും
4 വർഷത്തോളം ബുർക്കിനോ ഫാസോയിലെ സ്ഥാനപതിയുമായിരുന്നു. കൂടാതെ UNOയിൽ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു, ഈ ജലസയിൽ പങ്കെടുത്തത് എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ അനുഭവമാണ്. ഞാൻ UNOയിലും മാതൃരാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളെ കണ്ടിട്ടുമുണ്ട്. ഈ ജലസയിലും 80-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ഒരേ കണ്ണിയിൽ കോർത്തിണക്കപ്പെട്ടവരായിട്ടാണ് ഞാൻ കണ്ടത്. മുത്തുമാലായിട്ടാണ് ദൃശ്യമായത്. അവരിൽ ആരെയും വെളുത്തവനായിട്ടോ കറുത്തവനായിട്ടോ കാണപ്പെട്ടില്ല. മറിച്ച് എല്ലാ അഹമ്മദി മുസ്ലിങ്ങളും വർണ്ണവർഗ ഭേദമന്യേ തങ്ങളുടെ ഖലീഫയുടെ പ്രേമിയായിട്ടാണ് കാണപ്പെട്ടത്. തുടർന്ന് പറയുന്നു, ഈ ജലസയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വസ്തുത എല്ലാവരും ദൈവത്തിനു വേണ്ടി ഒരു പ്രതിബദ്ധതയോടുകൂടിയാണ് ജലസയിൽ പങ്കെടുത്തത് എന്നാണ്. എല്ലാവരും അതിഥികളും എല്ലാവരും ആതിഥേയരുമായിട്ടാണ് കാണപ്പെട്ടത്. പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും വലിയവരും എല്ലാവരും ആതിഥേയത്വത്തിനായി സന്നദ്ധരായിരുന്നു. അവരുടെ സ്നേഹപ്രകടനം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, മറിച്ച് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായിരുന്നു. പറയുന്നു, സ്ത്രീകളെ പുരുഷന്മാരിൽ നിന്നും വേർപെട്ടുകൊണ്ട് പ്രത്യേക സ്ഥലത്ത് മാത്രമായി കാണപ്പെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെയും മറ്റു മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്ന് ധരിച്ചുപോയി. എന്നാൽ ഞാൻ ഈ സ്ത്രീകളോടൊപ്പം കഴിഞ്ഞപ്പോൾ അല്പനേരം കൊണ്ട് എന്റെ തോന്നലിൽ പരിവർത്തനം വന്നു. ഫോട്ടോ എടുക്കുന്നവരും സ്ത്രീകളാണെന്ന് ഞാൻ കണ്ടു. ക്യാമറ കൈകാര്യം ചെയ്തിരുന്നതും സ്ത്രീകളായിരുന്നു. സ്വാഗത കമ്മിറ്റിയിലും സ്ത്രീകളായിരുന്നു. ഭക്ഷണം വിളമ്പുന്നവരും സ്ത്രീകളായിരുന്നു. ചുരുക്കത്തിൽ എല്ലാം തന്നെ സ്ത്രീകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. പർദ്ദ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അഹമ്മദികളുടെ അടുക്കൽ വന്ന് നോക്കിക്കൊള്ളുക. പിന്നീട് പറയുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ ഓഫീസിലെത്തിയപ്പോൾ ഇത്ര ചെറിയ ഓഫീസ് കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. പറയുന്നു, എനിക്ക് പുരുഷന്മാരുടെ പന്തലിരുന്നു കൊണ്ടും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണം ശ്രവിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വരുമ്പോൾ എല്ലാവരും സമാധാനത്തോടും ആദരവോടും കൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യം വിവരിക്കുക അസാധ്യമാണ്. ഞാനൊരു രാജ്യത്തിലെ പ്രസിഡന്റിന് വേണ്ടിയും ഇത്തരത്തിലുള്ള ദൃശ്യം കണ്ടിട്ടില്ല. പിന്നീട് പറയുന്നു, പ്രഭാഷണ മധ്യേ വൃദ്ധരും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന ജനാവലി നിശബ്ദരായിരിക്കുന്ന ആ ദൃശ്യം കണ്ടപ്പോൾ അവർ മനുഷ്യരല്ല, മനുഷ്യകോലത്തിലുള്ള പ്രതിമകളാണെന്ന് തോന്നിപ്പോയി. ഈ ആദരവും ബഹുമാനവുമെല്ലാം എന്റെ ജീവിതത്തിലെ വിചിത്രമായ അനുഭവങ്ങളായിരുന്നു. പിന്നീട് സെറാലൂണിൽ നിന്നുള്ള ആഭ്യന്തര എമിഗ്രേഷൻ മന്ത്രി ജവി ദാവൂദ സാഹിബയും പങ്കെടുത്തിരുന്നു. അവർ പറയുന്നു, വിവിധ വിഭാഗങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ കോൺഫറൻസുകൾ പങ്കെടുക്കുന്നു. എന്നാൽ ഇന്ന് വരെ ഇത്ര മഹത്തായ കോൺഫറൻസ് ഞാൻ കണ്ടിട്ടില്ല. അതിൽ സ്നേഹവും സഹോദര്യവും ആത്മീയതയും മാത്രമാണ് ദർശിക്കാൻ കഴിഞ്ഞത്. സെറാലൂണിലെ ഒരു അതിഥി സ്ത്രീ ഹോണറബിൾ ജസ്റ്റിസ് മൂസ ദമീവോ ഹൈക്കോർട്ടിലെ ജഡ്ജിയാണ്. അവരും ജലസയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, ജലസയെ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു. ഇതിൽ എല്ലാ വിഭാഗങ്ങളും അതിഥി സൽക്കാരവും ട്രാൻസ്പോർട്ടും സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷനും തുടങ്ങിയവ ഉത്തമമായ നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയുണ്ടായി. വിവിധ വേർതിരിവുകളുടെയും സമൂഹങ്ങളുടെയും അകൽച്ചയെ ലോകത്തിന് നിഷ്കാസനം ചെയ്യുന്നതിനായി ഈ ജലസ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പരസ്പരമുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടിസ്ഥാന തത്വം എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് എന്നതാണ്. എല്ലാ പ്രഭാഷകരും ഉത്തമമായ നിലയിൽ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. അക്കാരണത്താൽ മുഴുവൻ ജലസയിലും എന്റെ ഫോൺ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല. ജലസയ്ക്കിടയിൽ എല്ലാവരും പരസ്പരം ലാഭേച്ഛ കൂടാതെ സമർപ്പിതരാകുകയായിരുന്നു. ആതിഥേയത്വം ഏറ്റവും ഉത്തമമായിരുന്നു. നിങ്ങളെ ഏറ്റവും ആദരവും ബഹുമാന്യതയോടും കൂടിയാണ് താമസിപ്പിക്കുന്നതെന്നത് അനുഭവിച്ചറിഞ്ഞിരുന്നു. പിന്നീട് പറയുന്നു, പണിയെടുക്കുന്ന എല്ലാവരും തന്നെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് എല്ലാവരും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന അഹമ്മദിയത്തിന്റെ മുദ്രാവാക്യത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമായിരുന്നു. ഐവറി കോസ്റ്റിൽ നിന്നുള്ള ഒരു അതിഥിയായ ഖുറേലി സാഹിബ്, അദ്ദേഹം സുപ്രീം കോർട്ടിലെ ജഡ്ജിയാണ്. കൂടാതെ ഒരു മന്ത്രാലയത്തിൽ ഡയറക്ടർ എന്ന നിലയിൽ കുറെ കാലം പ്രവർത്തിച്ചുമിരുന്നു. മതപരമായ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. മതഗ്രന്ഥങ്ങൾ വായിക്കുവാനുള്ള താല്പര്യവുമുണ്ട്.
നിത്യവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ജലസയുടെ ദിവസങ്ങളിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് നിത്യവും സുബഹി നമസ്കാരവും നഫൽ നമസ്കാരവും അനുഷ്ഠിക്കുമായിരുന്നു. ജമാഅത്തായ നമസ്കാരത്തിൽ നിന്ന് പിന്തള്ളപ്പെടാതിരിക്കുന്നതിനായി ജലസയുടെ സമയങ്ങളിലും നമസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ജലസയുടെ ഉദ്ഘാടന സെഷനിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ പദ്യം ആലപിക്കപ്പെട്ടപ്പോൾ വികാരാവേശത്താൽ കണ്ണുനീർ പൊഴിച്ചു. പിന്നീട് പറഞ്ഞു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ നേരെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. ഭയഭക്തിയുടെ ഹൃദയഹാരിയ ഈ വിഷയം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനൊന്നും തന്നെയല്ല എന്നത് എനിക്ക് ബോധ്യമായി. തൽഫലമായി എനിക്ക് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സമാപനത്തിൽ പറയുന്നു, ഞാൻ 3 ദിവസമായി ഭൗതിക ലോകത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. മറ്റേതോ ആത്മീയ ലോകത്തെത്തി കഴിഞ്ഞിരുന്നു. അവിടെ ആനന്ദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭൗതിക ജോലികളിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായിരുന്നു. ജലസ സമാപിച്ചപ്പോൾ ഈ ലോകത്തേക്ക് തിരിച്ചു വരികയും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഫോൺ ചെയ്യുകയും ചെയ്തു. ഇതാണ് അന്യരുടെ അവസ്ഥ. ആത്മീയ അന്തരീക്ഷത്തിൽ അവർ പ്രഭാവിതരാകുന്നു. ഞങ്ങളെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. നന്ദി പറയുന്നുള്ള വാക്കുകളില്ല എന്നും അദ്ദേഹം പറയുന്നു. കോങ്കോയുമായി ബന്ധമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം മുൻ മന്ത്രിയും കൂടിയാണ്. ഇപ്പോൾ CRSI എന്ന പാർട്ടിയുടെ പ്രസിഡന്റുമാണ്. കൂടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമാണ്. ജലസയുടെ 2ാമത്തെ ദിവസം ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം എത്തിയിരുന്നു. 2ാമത്തെ ദിവസം ഉള്ള വൈകുന്നേരത്തെ ഡിന്നറിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്നേരം അല്പനേരത്തേക്ക് ഞാനുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അദ്ദേഹത്തിന് അഹമ്മദിയത്തിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് അഹമ്മദിയത്തിനെ സംബന്ധിച്ചുള്ള അറിവ് ആദ്യമുണ്ടായിരുന്നില്ല. ജലസയിലെ ദൃശ്യങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് ദർശിക്കുകയും എന്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്തതിനു ശേഷം പറയുന്നു, ഇവിടെ വരുന്നതിനു മുമ്പ് നിങ്ങളുടെ എതിരാളികളെ കാണുകയും അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എനിക്ക് വ്യക്തമായും പറയാൻ കഴിയുന്നത്, ഇന്ന് ഞാൻ ഇവിടെ കണ്ട കാര്യങ്ങളും ഇവിടെ ഞാൻ കണ്ട നിങ്ങളുടെ ഖലീഫയും എന്നിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നത് എതിരാളികളുടെ വാക്കുകളിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്നാണ്. അതിന് വിപരീതമായി നിങ്ങളുടെ ഖലീഫ വിവരിക്കുന്ന മാർഗങ്ങളും തത്വങ്ങളും കാരണത്താൽ ലോകത്തിന് നിങ്ങളുടെ ഖലീഫയുടെ കരങ്ങളിലേക്ക് വരികയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം അദീഖത്തുൽ മെഹദിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവിടെ മുഴുവൻ പട്ടണത്തെയും അധിവസിപ്പിച്ചതായി കണ്ടപ്പോൾ പറയുന്നു, താങ്കൾ മുഴുവൻ ഇംഗ്ലണ്ടും വിലക്ക് വാങ്ങിയിരിക്കുകയാണോ? പിന്നീട് പറയുന്നു, കുറഞ്ഞത് 3000-4000 ആളുകൾ ഇവിടെ പണിയെടുക്കുന്നുണ്ടാകും. എല്ലാവരും സന്നദ്ധ സേവകരെന്ന നിലയിലാണ് സേവനം അനുഷ്ഠിക്കുന്നതെന്ന് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, വളരെ അത്ഭുതകരം തന്നെ. ഇത് എന്റെ ചിന്തക്കതീതമായ കാര്യമാണ്. പിന്നീട് പറയുന്നു, ഇത്ര വലിയ ജനാവലിയിൽ പോലീസുകാരെയും കാണുന്നില്ല. ജലസയുടെ ഇടയിൽ അദ്ദേഹം ചില ജോലിക്കാരുമായും സംഭാഷണം നടത്തുകയുണ്ടായി. അവരിൽ ചിലർ വലിയ വലിയ പദവികൾ ഇരിക്കുന്നവരാണെന്നും തുച്ഛമായ പണികളാണ് ചെയ്യുന്നത്, തറയിൽ കിടന്നാണ് ഉറങ്ങുന്നത് എന്നറിഞ്ഞപ്പോൾ ഇത് മുമ്പൊരിക്കലും കാണാത്ത അച്ചടക്കത്തിന്റെ നിലവാരമാണെന്ന് ബോധ്യമായതായി പറയുകയുണ്ടായി. നിങ്ങളുടെ ജമാഅത്തിനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. പിന്നീട് പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ 2ാം ദിവസത്തെ പ്രഭാഷണത്തിന് ശേഷം കേട്ടതിനു ശേഷം അദ്ദേഹം പറയുന്നു, താങ്കളുടെ പ്രഭാഷണത്തിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ കാര്യം പ്രകടിപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ലോകത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എല്ലാ വർഷവും പൊതുജനങ്ങൾക്കു മുമ്പിൽ ഞങ്ങൾ ചെയ്തത് സത്യസന്ധമായി അവതരിപ്പിക്കാൻ സാധിച്ചാൽ ഭരണത്തിലും പൊതുജനങ്ങളിലും വലിയ പരിവർത്തനം ഉണ്ടാവുന്നതാണ് എന്ന് തോന്നുകയുണ്ടായി. എന്നാൽ ഇത് എളുപ്പമുള്ള കാര്യമല്ല. 2 മണിക്കൂർ ഇത്തരത്തിൽ നിന്നുകൊണ്ട് സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും സംഭവങ്ങളെയും ഇത്തരുണത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് കൃത്യമായ എണ്ണത്തോടുകൂടി സമർപ്പിക്കുക വളരെ വലിയ ജോലി തന്നെയാണ്. പിന്നീട് പറയുന്നു, ഇന്ന് 30,000-ലധികം ആളുകളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഖലീഫയുടെ പ്രഭാഷണം കേട്ടപ്പോൾ പ്രഭാഷണ മധ്യേ സംസാരിക്കാൻ ഒരു വ്യക്തിയും ധൈര്യപ്പെട്ടില്ല. പറയുന്നു, ഞാൻ കണ്ടത് അത്ഭുതകരമായ കാര്യമായിരുന്നു. പ്രഭാഷണ മധ്യേ നിങ്ങളുടെ ഖലീഫ അല്പസമയത്തേക്ക് പ്രഭാഷണം നിർത്തുമ്പോൾ ഈ പന്തലുകളിൽ മനുഷ്യരല്ല ഇരിക്കുന്നതെന്ന് തോന്നിപ്പോകുമായിരുന്നു. നിശബ്ദത തളം കെട്ടി നിൽക്കുമായിരുന്നു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവുമെന്ന് കരുതി പരതി നോക്കിയപ്പോൾ ആരെയും സംസാരിക്കുന്നതായി കണ്ടില്ല. എല്ലാവരുടെ കണ്ണുകളും സ്റ്റേജിലേക്കായിരുന്നു.
തുടർന്ന് പറയുന്നു, ഈ ദൃശ്യം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത്തരത്തിലുള്ള അച്ചടക്കത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃക ഒരിടത്തും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. जलसे में शामिल हुए, ബെൽജിയത്തിൽ നിന്നുള്ള ഒരു സുഹൃത്ത് तारुफ हुआ था जमात से और प्रोग्रामों में उन्होंने शिरकत की। यूरोपियन मेहमानों की നീണ്ടകാലമായി ഉത്തരാഫ്രിക്കയിലാണ് കഴിയുന്നത്. അദ്ദേഹം ജലസയിൽ പങ്കെടുത്തിരുന്നു. पार्की में खाना MTN മുഖേനയാണ് ജമാഅത്തിനെ സംബന്ധിച്ച് അറിഞ്ഞത്. അദ്ദേഹം खाने बैत और बाकी പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. असर हुए और VIP-കൾക്കായി ഭക്ഷണത്തിന് പ്രത്യേക പന്തൽ സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം സാധാരണക്കാരുടെ ഭക്ഷണത്തിനായി ഒരുക്കിയ പന്തലിലായിരുന്നു പോയിരുന്നത്. ആഗോള ബയ്യത്തും മറ്റു പരിപാടികളും അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു. मौसूफ बेल्जियम में ബയ്യത്ത് ചെയ്യുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. कम्युनिटी का अपना सेंटर ബെൽജിയത്തിൽ നിന്നുള്ള മറ്റൊരു സുഹൃത്തും भेजा क्योंकि इनकी कम्युनिटी के ജലസയിൽ പങ്കെടുത്തിരുന്നു. रहे हैं और अहमदी അദ്ദേഹം ബെൽജിയത്തിൽ നൈജർ കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ്. ഇവരുടെ സ്വന്തം സെന്ററുമുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് അവർ सेंटर में मेंबर्स की तादाद അവരുടെ ഒരു പ്രതിനിധിയെ അയച്ചു. ജൽസ സാലാന ജർമ്മനിയുടെ അവസരത്തിൽ അവരിൽ നിന്നുള്ള 22 പേർ ബയ്യത്ത് ചെയ്തിരുന്നു. कम्युनिटी के जो ഇവരുടെ സെന്ററിലുള്ള അംഗങ്ങൾ കുറയുകയും ജമാഅത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ്. इस तरह की जमात है और क्या वजह है कि हमारे ഈ കമ്മ്യൂണിറ്റിയുടെ സംഘാടകർ അദ്ദേഹത്തെ പ്രതിനിധിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് അയക്കുകയായിരുന്നു. जो जहन लेकर आए थे कि जमात की ഇത് എത്തരത്തിലുള്ള ജമാഅത്താണെന്നും എന്തുകൊണ്ടാണ് ആളുകൾ അവരെ ഉപേക്ഷിച്ച് ജമാഅത്തിൽ ചേരുന്നതെന്നും അന്വേഷിച്ചറിയുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം ജൽസയിൽ പങ്കെടുത്തു. और इनके अंदर फलां ജമാഅത്തിന്റെ ന്യൂനതകളും ദൗർബല്യങ്ങളും കണ്ടുപിടിക്കുകയും തിരിച്ചു ചെന്ന് ജനങ്ങളോട് നിങ്ങൾ ചേരുന്ന ജമാഅത്തിൽ ഇന്ന ഇന്ന തെറ്റായ വിശ്വാസങ്ങളുണ്ട്, ഇന്ന ഇന്ന ദൗർബല്യങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം വന്നത്. അദ്ദേഹം ജലസയും എല്ലാ പരിപാടികളും ശ്രവിച്ചു. ജലസയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. उन्होंने അതിലെല്ലാം അദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തി ലഭിച്ചിരുന്നു. गैर इस्लामी बात नजर नहीं आई और फिर कहते हैं അല്പനേരത്തേക്ക് ഞാനുമായും സംസാരിച്ചിരുന്നു. कि जलसे പറയുന്നു, മുഴുവൻ ജലസയിലും എനിക്ക് ഇസ്ലാമികമല്ലാത്ത അനിസ്ലാമികമായ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. और मैं तमाम कारकुनान और खिदमत നിങ്ങളുടെ പ്രഭാഷണങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചു. ജലസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിങ്ങളുടെ ജലസ ഒരു വിശേഷ സംഭവം തന്നെയാണ്. ഇതിനായി പ്രയത്നിക്കുന്ന എല്ലാ ജോലിക്കാരുടെയും സ്നേഹത്താലും ആത്മാർത്ഥതയാലും ഞാൻ പ്രഭാവിതനാണ്. इस जलसे में शमूल की तौफीक मिली पहली दफा नहीं, पहले भी शायद आ चुके हैं ये। താജിക്കിസ്ഥാനിൽ ജമാഅത്തിന്റെ പ്രസിഡന്റ് मैं अर्ज करता हूँ कि जो देखा है वो ഇസ്സത്ത് അമാൻ സാഹിബും ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. सराहना के अल्फाज में तस्वीर कशी മുൻപും പങ്കെടുത്തിട്ടുണ്ട്. तो सिर्फ പറയുന്നു, ജലസയിൽ ഞാൻ കണ്ടതിനെ വിവരിക്കാനുള്ള വാക്കുകൾ എന്റെ പക്കലില്ല. दूसरा कोई लफ्ज ജലസയുടെ അവസ്ഥകളെ ചിത്രീകരിക്കാൻ കഴിയുമെങ്കിൽ തന്നെ ഇതൊരു സത്യദൃഷ്ടാന്തമാണ് എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. खलीफा वक्त और हज़रत मसीह मौला इस्लाम के इश्क से ജലസയിൽ പങ്കെടുത്തവരുടെ ഹൃദയത്തിൽ ഖലീഫയോടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുമുള്ള അനുരക്തി നിറഞ്ഞിരിക്കുകയാണ്. जलसा सालाना के इन चंद दिनों में मुझे ഈ അനുരക്തിയാണ് അവരെ പകലന്തിയോളം ജമാഅത്തിന്റെ സേവനത്തിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. जमात का मयार नहायत आला था। फिर कहते हैं मुझे यकीन ജൽസ സാലാനയുടെ ഇത്രയും ദിവസത്തെ സംവിധാനത്തിൽ യാതൊരു ന്യൂനതയും കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. പറയുന്നു, ഈ ജലസ കണ്ടുകൊണ്ട് ഇതിലെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. कहती हैं जलसा सालाना में मेरी शमूल അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാകട്ടെ. से मामूर है താത്താരിസ്ഥാനിലെ ഒരു അഹമ്മദി സ്ത്രീ पर मैं सबसे ജൽസയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിച്ചിരുന്നു. करती हूँ അവർ പറയുന്നു, ജൽസ സാലനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ प्लीज उन तमाम എന്റെ ഹൃദയം കൃതജ്ഞതാ ഭാരത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ജൽസ സാലാനയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി അള്ളാഹുവിന് നന്ദി പറയുന്നു. അതിനുശേഷം കാലത്തിന്റെ ഖലീഫയ്ക്ക് നന്ദി പറയുന്നു. कि किस तरह सारी ജൽസ സാലാനയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് പകലന്തിയോളം കഠിനമായി പരിശ്രമിക്കാൻ അവസരം ലഭിച്ചവർക്കും ഞാൻ നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ എങ്ങനെയാണ് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് अल्लाह ताला के फजल से സേവന തൽപരതയോടുകൂടി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുന്നതെന്ന കാര്യം എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്വാധീനിച്ചു. ആദ്യമായിട്ടാണ് ജൽസ സാലനയിൽ പങ്കെടുക്കുന്നതിൽ അവസരം ലഭിച്ചത്. ഇതിനു മുമ്പ് MTA മുഖേനയാണ് ജൽസയിൽ നിന്ന് ഫലമെടുത്തുകൊണ്ടിരുന്നത്. कहती हैं बहुत गहराई के साथ ये मौसम ജൽസയുടെ अന്തരീക്ഷത്തിൽ എത്തപ്പെട്ടപ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മീയ ലോകത്ത് എത്തിപ്പെട്ടതായി അനുഭവപ്പെട്ടു. और हजरत मोहम्मद मुस्तफ़ा പറയുന്നു, नीज आपके
വളരെ ശക്തമായ നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഒരു വലിയ ഐക്യമുള്ള കുടുംബത്തിലാണെന്നാണ്. ഏകനായ അള്ളാഹുവിന്റെയും ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ആ മഹാത്മാവിന്റെ സത്യപ്രേമിയായ ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിന്റെയും സ്നേഹം ഹൃദയത്തിൽ വിരാജിക്കുന്നു. ജമാഅത്ത് അംഗങ്ങൾ പരസ്പരം സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. ഈ ജൽസ എന്നെ ശക്തമായി സ്വാധീനിക്കുകയുണ്ടായി. അക്കാരണത്താൽ അടുത്ത വർഷം ജൽസസാലയിൽ ഞാൻ എല്ലാ മക്കളെയും മാതാവിനെയും കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ്. തുർക്കുമാനിസ്ഥാനിൽ നിന്നൊരു സുഹൃത്ത് പങ്കെടുക്കുകയുണ്ടായി. പറയുന്നു, ജൽസാസാലാനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഞങ്ങൾ ഈ ജലസയിൽ നിന്നും വളരെ ഫലമെടുക്കുകയുണ്ടായി. അത് കത്തിലെ വാക്കുകളിൽ വിവരിക്കുക അസാധ്യമാണ്. സംക്ഷിപ്തമായി പറഞ്ഞാൽ ഈ ജലസ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അറിവിനെ പുതുക്കുകയുണ്ടായി. അള്ളാഹുവിനെയും ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംബന്ധിച്ചുള്ള സ്മരണകളെ വർദ്ധിപ്പിച്ചു. തങ്ങളുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കണമെന്ന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനമനുസരിച്ച് ഞങ്ങളതിൽ വർധനവുണ്ടാക്കി. കൂടാതെ അഹമ്മദിയ മുസ്ലിം എന്ന നിലയിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയെ കൂടുതൽ ബലവത്താക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സഹനശക്തിയെ ബലപ്പെടുത്തി. ഇത്തരത്തിലുള്ള നവ അഹമ്മദികൾ തങ്ങളുടെ വിശ്വാസത്തിലും ആത്മാർത്ഥയിലും ഇങ്ങനെ പുരോഗതി കൈവരിക്കുന്നു. ചില്ലിയിൽ നിന്ന് ഒരു യുവ സുഹൃത്ത് കൈഫുൽ തോരി സാഹിബ് വന്നിരുന്നു. ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പറയുന്നു, ജൽസസാനിൽ പങ്കെടുത്തത് എനിക്ക് ആത്മീയ ആനന്ദത്തിനും സന്തോഷത്തിനും നിദാനമായി. എന്റെ പിതാവ് മിസ്രി മുസ്ലിമും മാതാവ് ചിലിയിൽ നിന്നുള്ളതുമാണ്. എന്റെ പിതാവ് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നു. അത് ഞാൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ തികച്ചും നിരാശനായി കഴിഞ്ഞിരുന്നു. പല തലമുറകളായി ഈ കുടുംബം ചിലിയിൽ താമസിക്കുന്നവരാണ്. പറയുന്നു, അവിടെ അഹമ്മദി മുബല്ലിഗ് പാംഫ്ലെറ്റ് വിതരണം ചെയ്യുകയായിരുന്നു. അന്നേരം മുബല്ലിഗുമായി കണ്ടുമുട്ടി. അദ്ദേഹം എന്നെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ജൽസ സാലാന UK-യിൽ പങ്കെടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിശ്വാസവർദ്ധനവിന് കാരണമായി തീർന്നു. ഞാനിപ്പോൾ സ്വയം യഥാർത്ഥ മുസ്ലിമായി ഗണിക്കുന്നു. അവിടെ അഹമ്മദിയത്തിനെ പ്രചരിപ്പിക്കുന്നതാണ് എന്ന നിശ്ചയമായിട്ടാണ് ഞാൻ മടങ്ങുന്നത്. പനാമയിൽ നിന്ന് ഒരു നവ അഹമ്മദി ദാൻതെ നസ്രു സാഹിബ് വന്നിരുന്നു. പനാമയിൽ നിന്ന് ആദ്യമായിട്ടാണ് ജൽസയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പറയുന്നു, ജലസയിൽ നിന്ന് പലതും പഠിച്ചു. ജലസയിൽ പങ്കെടുത്തത് കാരണത്താൽ എന്റെ വിശ്വാസത്തിൽ അഭിവൃദ്ധി ഉണ്ടായി. ഞാൻ ഇവിടെ ദർശിച്ച സഹോദര്യം ഇസ്ലാമിൽ മറ്റെവിടെയും കണ്ടില്ല. ഇവിടെ വന്നുകൊണ്ട് വളരെ സന്തുഷ്ടനാണ്. മനസ്സിന് സമാധാനം ലഭിച്ചു. അള്ളാഹു എനിക്ക് അഹമ്മദ് സ്വീകരിക്കുന്നതിനുള്ള സൗഭാഗ്യം നൽകിയെന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ജലസയുടെ ദിനങ്ങളിൽ എനിക്ക് വിവിധ രാജ്യങ്ങളിലെ അഹമ്മദികളുമായി പരിചയപ്പെടുന്നതിനുള്ള അവസരം ലഭിച്ചു. വിവിധ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നു അവർ. അവരിൽ നിന്നും വിശ്വാസവർദ്ധക സംഭവങ്ങൾ കേട്ടുകൊണ്ട് എന്റെ വിശ്വാസത്തിലും വർധനവുണ്ടായി. എന്റെ രാജ്യമായ പനാമയിൽ തബ്ലീഗ് ചെയ്തുകൊണ്ട് ജനങ്ങളെ അഹമ്മദിയാക്കുന്നതിനായി പരിശ്രമിക്കുന്നതാണ് എന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പറയുന്നു, ജലസയിൽ ധാരാളം പേർ പങ്കെടുത്തിരുന്നു. അനേകം ജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരിലും ഒരേ ഹൃദയമാണ് മിടിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നിപ്പോകുമായിരുന്നു. ശരീരങ്ങൾ 30,000 ആയിരുന്നെങ്കിലും ഹൃദയം ഒന്നായിരുന്നു. ഗോയ്റ്റമാലയിൽ നിന്ന് അവിടുത്തെ നാഷണൽ പാർലമെന്റ് മെമ്പർ സർക്കിയോലിയോ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ക്രിസ്ത്യനാണ്. പറയുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സുദൃഢമായ വിശ്വാസത്തിലും വളരെ പ്രഭാവിതനാണ്. ഇത്തരത്തിലുള്ള സ്നേഹം ഞാൻ മറ്റെവിടെയും ദർശിച്ചിട്ടില്ല. ജമാഅത്ത് സംവിധാനം പ്രശംസാർഹമാണ്. വളരെ പ്രൗഢോജ്വലമായ ജലസയായിരുന്നു. എല്ലാവരാലും പ്രഭാവിതനാണ്. അഹമ്മദിയ ജമാഅത്ത് സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ചിത്രം മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. വിവിധ നാടുകളിൽ നിന്നുള്ള വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിലും എല്ലാവരിലും ഒരേ ഹൃദയമാണ് മിടിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുമായിരുന്നു. ജലസയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഞാൻ ഭാഗ്യമായി മനസ്സിലാക്കുന്നു. ജപ്പാനിൽ നിന്നൊരു വനിത മിനി സാക്കി ഹിവോസ വന്നിരുന്നു. അവർ PhD എടുത്തവരാണ്. അവർ ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമാണ്. ജപ്പാനീസ് ഭാഷ കൂടാതെ ഇംഗ്ലീഷും അറബിയും വശമുണ്ട്. മുസ്ലിമല്ല. അവർ പറയുന്നു, ജൽസാലനയിൽ പങ്കെടുത്ത് വളരെ സന്തുഷ്ടയാണ്.
അറബ് അഹമ്മദികളെ പരിചയപ്പെട്ടുകൊണ്ടും ജലസയുടെ ചുറ്റുപാടിൽ നിന്നും വളരെ പ്രഭാവിതയാണ്. പറയുന്നു, ജപ്പാനിൽ സുനാമിയുടെ ഫലമായി നാശനഷ്ടങ്ങൾ ഉണ്ടായ സമയത്ത് അഹമ്മദിയ ജമാഅത്ത് മതവർഗ ഭേദമന്യേ മനുഷ്യത്വത്തിന് വളരെയധികം സേവനങ്ങൾ നൽകുകയുണ്ടായി. ജമാഅത്തിന്റെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും യാതൊരു വ്യതിരിക്തതയുമില്ല. പറയുന്നത് തന്നെയാണ് പ്രവർത്തിക്കുന്നതും. ഗയാനയിൽ നിന്നുള്ള അമുസ്ലിം പാർലമെന്റ് മെമ്പർ നാദിർ സാഹിബ് പങ്കെടുത്തിരുന്നു. വളരെ കാലമായി പാർലമെന്റ് അംഗമാണ്. ലേബർ മന്ത്രിയുമായിരുന്നു. ഇൻഡസ്ട്രിയൽ കൊമേഴ്സിന്റെ മന്ത്രിയുമായിരുന്നു. ഇപ്പോൾ ഗയാനയുടെ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവുമാണ്. പറയുന്നു, ജൽസ സാലാനയുടെ സംവിധാനത്തിൽ വളരെ പ്രഭാവിതനാണ്. 3 ദിവസവും അദ്ദേഹം പങ്കെടുത്തിരുന്നു. രണ്ടാമത്തെ വർഷം നടപ്പോഷത്തിൽ അഹമ്മദിയ ജമാഅത്തിനുണ്ടായ പുരോഗതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് പറയുന്നു, ഈ വർഷത്തിനിടയിൽ അഹമ്മദിയ ജമാഅത്തിനുണ്ടായ പുരോഗതിയും അള്ളാഹുവിന്റെ സഹകരണങ്ങളുടെ സംഭവങ്ങളും എന്നെ വളരെയധികം സ്വാധീനിച്ചു. ബെൽജിയത്തിൽ നിന്ന് അനഹമ്മദി സ്ത്രീ മിർസാലെ അഹ്മാദിയ ജലസയിൽ പങ്കെടുത്തിരുന്നു. IT കൺസൾട്ടന്റ് ആണ്. പറയുന്നു, ജമാഅത്തിലെ ഒരംഗം മുഖേന ജമാഅത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ബാക്കി വിവരങ്ങൾ ജമാഅത്തിന്റെ വെബ്സൈറ്റിലൂടെ കരസ്ഥമാക്കി. അവിടെ താൽപര്യം കണ്ടുകൊണ്ട് ബെൽജിയം ജമാഅത്ത് അവരെ UK ജലസസാലയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവർ വരികയുണ്ടായി. ജലസയുടെ എല്ലാ പരിപാടികളും കണ്ടു. അവർ പറയുന്നു, ജലസയുടെ എല്ലാ പരിപാടികളും കണ്ടു. യൂറോപ്യൻ അഹമ്മദി സ്ത്രീകളുമായി കൂടിക്കാഴ്ചയും നടത്തി. ജാമ്യ അഹമ്മദിയയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ തഹജ്ജുദ് നമസ്കാരം നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഏകാന്തയായി വിഷമിച്ചിരിക്കുകയായിരുന്നു. നമസ്കരിക്കാൻ വരില്ലായിരുന്നു. നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി പറഞ്ഞു. പിന്നീട് ഒരു നവ അഹമ്മദി അവരെ വുദു ചെയ്യാൻ പഠിപ്പിച്ചു. നമസ്കാരത്തിന്റെ രീതി പറഞ്ഞുകൊടുത്തു. അങ്ങനെ നമസ്കാരത്തിൽ പങ്കെടുത്തു. ആദ്യ ദിവസം അവർ ജീൻസും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. ജൽസഗാഹിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ അതവരെ സ്വാധീനിച്ചു. ബെൽജിയം മുബല്ലീഗിന്റെ ഭാര്യയോട് ഞാനും ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇവിടെയുള്ള ബസാറിൽ നിന്ന് അത്തരം വസ്ത്രം വാങ്ങി നൽകുകയും അവരത് ധരിക്കുകയും ചെയ്തു. എന്റെ പ്രഭാഷണം ശ്രവിച്ചതിനു ശേഷം പറയുന്നു, യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചും മുത്തക്കിയെക്കുറിച്ചുമുള്ള പ്രഭാഷണം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഈ പ്രഭാഷണങ്ങൾ കേട്ട ശേഷം ഞാൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ആഗോള ബയ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അതിലും അവർ യഥാർത്ഥത്തിൽ മറക്കുന്ന വസ്ത്രത്തിലായിരുന്നു വന്നത്. ഈ ജലസ നമ്മിലും അന്യരിലും എല്ലാം തന്നെ ആത്മീയ പ്രഭാവം ചെലുത്തുന്നു. ഒരു സൽപ്രകൃതത്തിന് ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അത് സ്വായത്തമാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ വിരോധികൾക്ക് മറ്റുള്ളവരെക്കാൾ മുമ്പ് മഞ്ഞുകട്ടയിലൂടെ ഇഴഞ്ഞിട്ടാണെങ്കിലും ഇമാം മെഹദിക്ക് എന്റെ സലാം എത്തിക്കണമെന്ന കൽപ്പനയുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകുന്നില്ല. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകട്ടെ. പിന്നീട് നോക്കുക, അതിഥികളിൽ ഭൂരിഭാഗവും പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾ അവർ കുട്ടികളുടെയും യുവാക്കളുടെയും വൃദ്ധരുടെയും സ്ത്രീകളുടെയും ആതിഥ്യ മര്യാദയിൽ വളരെ പ്രഭാവിതരാണ്. അവർ അതിനെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദിയ ജമാഅത്തിന്റെ സവിശേഷതയായ ഈ സേവന തൽപരത ഒരു നിശബ്ദ തബ്ലീഗാകുന്നു. ഒരു കുട്ടി വെള്ളം കുടിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു. എന്നാൽ അതിന്റെ പ്രഭാവം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. അത് ആ ഹൃദയത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ കീഴിൽ കൊണ്ടെത്തിക്കുന്നു. അതുപോലെ ഒരു യുവാവ് ആരെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുന്നു. ചിലർ കാർ പാർക്കിങ്ങിലാണ് ഡ്യൂട്ടി. അവിടെ സൽ സ്വഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്
കാറുകൾ പാർക്കിംഗ് ചെയ്യുന്ന സൗകര്യം ചെയ്തു കൊടുക്കുന്നു. യുവാക്കളും യുവതികളും സ്കാനിങ്ങുകളും ചെക്കിങ്ങുകളും വളരെ സൽസ്വഭാവത്തോടു കൂടി ചെയ്യുന്നു. ലജനകൾ തങ്ങളുടെ സംവിധാനങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും നല്ല രീതിയിൽ ഏർപ്പെടുത്തുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുകയും ചെയ്തിരുന്നു. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. ഇത് അവരെ സ്വന്തക്കാരുടെ ദുആക്ക് അവകാശികളാക്കുന്നതോടൊപ്പം തന്നെ അന്യരെ ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മനോഹരമായ അധ്യാപനത്തെ പ്രകടിപ്പിക്കുന്നവരുമായി തീരുന്നു. അതിനാൽ എല്ലാ ജോലിക്കാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അവർ മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയായ നിലയിൽ ധാർമ്മിക ഗുണങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയുണ്ടായി. എനിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഈ വർഷത്തെ പാർക്കിങ്ങിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുള്ളത്. പാർക്കിംഗ് ചെയ്യിക്കുമ്പോൾ ഖുദ്ദാമീങ്ങൾ സൽസ്വഭാവത്തോടുകൂടി വിശേഷങ്ങൾ ചോദിക്കുകയും ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുകയും ചൂട് കാരണത്താൽ വെള്ളത്തിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഒരാൾ എഴുതുന്നു, എനിക്കാരെയും അറിയില്ലായിരുന്നു. എന്നാൽ ഈ സ്വഭാവ ഗുണങ്ങൾ കണ്ട് യാത്രയുടെ പകുതി ക്ഷീണവും തളർച്ചയും ഇല്ലാതാകുമായിരുന്നു. ധാർമ്മിക ഗുണങ്ങളുടെ പ്രകടനമാണ് ഒരു അഹമ്മദിയുടെ സവിശേഷത. ഇതെല്ലാവരും പ്രകടിപ്പിക്കേണ്ടതാണ്. അള്ളാഹു ഈ ഉന്നത സ്വഭാവ സവിശേഷതകളെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തബ്ഷീറിന്റെ ആദ്യത്തെ മര്യാദയും ഇത്തവണ മെച്ചപ്പെട്ടതായിരുന്നു. ജാമ്യയിലെ വിദ്യാർത്ഥികളും വഖഫേനോ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. എല്ലാ അതിഥികളും അവരെ പ്രശംസിക്കുകയാണ്. എന്നാൽ സ്വയം എല്ലാ ജോലിക്കാരും എന്തെങ്കിലും കുറവുണ്ടായിരുന്നുവെങ്കിൽ അത് അടുത്ത വർഷം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. കൂടാതെ ഇത്തവണ അറബികളുടെ വലിയ സംഘം തന്നെ വന്നിരുന്നു. 120 മേൽ അറബികൾ ഉണ്ടായിരുന്നു. അവർക്കുള്ള സംവിധാനങ്ങളും പൊതുവെ മുൻവർഷത്തെ അപേക്ഷിച്ച് ഉത്തമമായിരുന്നു. അറബ് ഡെസ്കിന്റെ നായിബ് സെക്രട്ടറി തബ്ലീഗ് അതിന്റെ ഇൻചാർജ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടീമും വളരെ നല്ല സേവനമാണ് കാഴ്ചവെച്ചത്. മാഷാ അല്ലാഹ്, അള്ളാഹു അവർക്കും ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. കഴിഞ്ഞ വർഷവും സംവിധാനങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണത്തെ പോലെ അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. ഈ അതിഥികൾ പല കാര്യങ്ങളിലും പ്രഭാവിതരാകുന്നു. ധാരാളം പേർ എന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ധാരാളം പരാമർശമുണ്ട്. പൊതുവിൽ ഈ ദിവസങ്ങളിലും അതിന് നല്ല പ്രതികരണമാണുള്ളത്. അതിലൂടെ ഇവിടത്തെ അഹമ്മദികളെ സംബന്ധിച്ചുള്ള അറിവുകൾ അന്യർക്കും ലഭിച്ചു. അഹമ്മദികൾക്കും നമ്മെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയും ചെയ്തു. അത് മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലങ്കർഖാനയുടെ സംവിധാനത്തിലും മുൻവർഷത്തേക്കാൾ മെച്ചമാണ് ഉണ്ടായിട്ടുള്ളത്. റൊട്ടി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ കറികളും. എന്നാൽ ഒരു സാഹിബ് ഭക്ഷണത്തെ സംബന്ധിച്ച് ധാരാളം പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയതായിരുന്നു, ദുർഗന്ധമുണ്ടായിരുന്നു എന്നെല്ലാം. എന്നാൽ ഞാൻ വിവിധ ആളുകളോട് ചോദിച്ചപ്പോഴും എനിക്ക് ലഭിച്ച കത്തുകളിൽ നിന്നും സ്വയം ഞാനും വിവിധ സന്ദർഭങ്ങളിൽ സന്ദർശിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഴയ ഭക്ഷണങ്ങളൊന്നും തന്നെ വിളമ്പിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും പഴയ ഭക്ഷണം കഴിപ്പിച്ചായിരിക്കാം. എന്നാൽ ഇതെഴുതിയ വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹത്തിന് സ്വന്തമല്ലാത്ത മറ്റാരുടെയും പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാറില്ല. എല്ലാ പ്രവർത്തനങ്ങളെയും നിലവാരമില്ലാത്തതായി ഗണിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം എനിക്ക് എഴുതുകയുണ്ടായി, അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം എനിക്ക് എഴുതുകയാണ്, ജർമ്മനിയിൽ ഞാൻ അടുക്കളയിൽ ഡ്യൂട്ടി നൽകുകയായിരുന്നു. അപ്പോൾ ഖലീഫ റാബി എന്നോട് പറഞ്ഞു, നിങ്ങൾ അടുക്കളയിലാണെങ്കിൽ എനിക്കൊരു ഭയവുമില്ല. എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാളുടെ സ്വയംകൃത വാക്കുകൾ കേട്ട് ഞാൻ ഇതിനെ തിരിച്ചു എടുക്കുകയാണ് എന്ന് പറഞ്ഞേനെ. ഈ സ്വാർത്ഥതയെയും അഹംഭാവത്തെയും ആത്മപ്രശംസയെയും മറ്റുള്ളവരിൽ ആരോപണം ഉന്നയിക്കുന്നതിനുള്ള ശീലത്തെയും നന്നാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്.
कि एक टीम वर्क था അഹമ്മദി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ के काम करते എവിടെയെല്ലാം ഉണ്ടോ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ളതല്ല, ഒരു വ്യക്തിയിൽ മാത്രം ആശ്രയിച്ചിട്ടുള്ളതുമല്ല. अब तो എല്ലാം സംഘടിത പ്രവർത്തനമായിരുന്നു. यूके में भी ചെറുതും വലുതുമായ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. വളരെ ഉന്നത നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു एक को अगर हटाओ എന്നതാണ് അഹമ്മദിയ ജമാഅത്തിന്റെ സവിശേഷത. जो खुद അന്യരും പ്രശംസിച്ചത് ഇത് സംബന്ധിച്ചാണ്. ഇപ്പോൾ ഇവിടെ യുകെയിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൂറുകണക്കിനും ആയിരക്കണക്കിനും ആത്മാർത്ഥരായ ജോലിക്കാരും അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാളെ മാറ്റുകയാണെങ്കിൽ അതിന് പകരം പുതിയ 10 പേർ വരുന്നു. जो इस तरह അവർ അഹംഭാവത്തിന് പകരം और ऐसे कारकुनों के लिए എളിമയാണ് പ്രകടിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയക്കുന്നവരാണ്. ഏതായാലും എനിക്ക് വിനയത്തോടെ പ്രവർത്തിക്കുന്നവരെയാണ് शिकायत मिली है ആവശ്യം. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദുആയും ചെയ്യുന്നുണ്ട്. अहमदिया ने खुद ही महसूस किया कि बाज सिक्योरिटी ചില देने वाले ഡ്യൂട്ടിക്കാരെ സംബന്ധിച്ചും പരാതി ലഭിച്ചിട്ടുണ്ട്. लोगों पे मसलन एक അവിടുന്ന് ഇവിടുന്നും കിട്ടിയതല്ല, മറിച്ച് സ്വയം ഖുദാമുൽ അഹമ്മദിയക്ക് ബോധ്യമായി തന്നെയാണ്. और से पीछे हटाया तो उसको ചില സുരക്ഷാ ഡ്യൂട്ടിക്കാർ ചില സമയത്ത് ചിലരോട് കഠിനമായി പെരുമാറിയിരുന്നു. ഉദാഹരണമായി तो जो ഒരു देने वाले हैं ആൺകുട്ടിയെ ശക്തിയായി തള്ളുകയുണ്ടായി. അത് മുഖേന അവന് പരിക്കും പറ്റുകയുണ്ടായി, അല്ലെങ്കിൽ പ്രയാസം നേരിട്ടിരുന്നു, വയറിൽ കൈ തട്ടിയിരുന്നു. होती है सिक्योरिटी के खास तौर पे ഡ്യൂട്ടിക്കാർ ജാഗ്രതയിലായിരിക്കുകയും വേണം, എല്ലായിടത്തും ശ്രദ്ധിക്കുകയും വേണം. साहब को रखने की भी जरूरत है, साहब को काबू में रखने की भी जरूरत है। സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഡ്യൂട്ടിക്കാർ. कामल अहमदी आइंदा साल के लिए ये सारा साल सर्वे करे कि सारे मुल्क में से कौन से ऐसे लड़के हैं जो मजबूत असाब वाले भी അതില്ലാതെ സുരക്ഷാ ഡ്യൂട്ടി നിർവഹിക്കാൻ സാധ്യമല്ല. कायम रखने वाले हैं അതിനാൽ ഖുദാമുൽ അഹമ്മദിയ ഭാവി വർഷങ്ങളിൽ भी आ सकें ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടതാണ്. को लिया जाए। ഏതെല്ലാം യുവാക്കളാണ് സ്വയം നിയന്ത്രിക്കുന്നവരും മനസാന്നിധ്യം നിലനിർത്തുകയും ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് വർഷം മുഴുവനും അവലോകനം നടത്തിക്കൊണ്ടിരിക്കുക. दाना मार അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുകയും ചെയ്യുന്നവരാകണം. അങ്ങനെയുള്ളവരാണ് മേലിൽ ഡ്യൂട്ടിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. जहां फातर और ट्रांसपेरेंसी എനിക്ക് മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വാസ്തവമാണ്. में निकलना पड़े പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പന്തലിന് നടുവിലായി MTIയുടെ പന്തലായിരുന്നു. दोनों तरफ അതിൽ ഓഫീസുകളും ട്രാൻസ്മിഷനുകളുമെല്ലാം इसका അതിനുള്ള സംവിധാനങ്ങളെല്ലാമായിരുന്നു. अलावा इन അക്കാരണത്തിൽ അത്യാവശ്യ नहीं लिखा, लेकिन मेरे ख्याल में एक फायदा ये സന്ദർഭം വന്നാൽ പുറത്തിറങ്ങാൻ തടസ്സം നേരിടുമായിരുന്നു. वजह से അതിനാൽ बाज दफा दर खोलने സമ്മേളന നഗരിയുടെ 2 ഭാഗങ്ങളിലും വിശാലമായ വഴികൾ ഉണ്ടായിരിക്കണം. കൂടാതെ അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം आगे पीछे किया जा सकता है। അവരതിൽ എഴുതിയിരുന്നില്ല എങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടുള്ള ഒരു ഗുണം ഉഷ്ണത്താൽ ചിലപ്പോൾ വശങ്ങൾ തുറക്കേണ്ടി വന്നാൽ നല്ല കാറ്റും ലഭിക്കുന്നതാണെന്നാണ്. അതിനാൽ MTIയുടെ പന്തൽ മുന്നോട്ടോ പിന്നോട്ടോ നീക്കേണ്ടതാണ്. बड़ा इंतजाम सही था, सफाई सही थी, टॉयलेट्स वगैरह बड़े, ജലസയുടെ സംഘാടകർക്ക് വേണ്ടി लेकिन टॉयलेट्स ഒരു കാര്യം പറയുകയാണ്. रखे हुए थे। तो कहती है मैं ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ പറയുകയുണ്ടായി, जर्मनी से लौटे സംവിധാനങ്ങളെല്ലാം നല്ലതായിരുന്നു, ശുചിത്വവും ഉണ്ടായിരുന്നു, ടോയ്ലറ്റും നല്ലതായിരുന്നു. എന്നാൽ ടോയ്ലറ്റ്സിൽ മൊന്തയ്ക്ക് പകരമായി ജഗ്ഗായിരുന്നു വെച്ചിരുന്നത്. പറയുന്നു, ജർമ്മനിയിൽ നിന്ന് മൊന്ത എത്തിക്കുവാനുള്ള സൗകര്യം इसी तरह पेपर टॉवल और बड़े डस्ट എനിക്ക് അവിടുന്ന് എത്തിക്കാൻ സാധിക്കുന്നതാണ്. भी खुला होना चाहिए। വളരെ സന്തോഷത്തോടെ ചെയ്തു കൊള്ളുക. एक शिकायत ये है UK-കാർ तुम होते ही ഈ ഓഫർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. അതുപോലെ പേപ്പർ ടവലും ഡസ്റ്റ്ബിന്നും തുടങ്ങിയവയുടെ സൗകര്യവും വിശാലമായിരിക്കേണ്ടതാണ്. बहरहाल മറ്റൊരു പരാതി ജലസ സമാപിച്ചതോടൊപ്പം തന്നെ इसके अलावा मजमूई तौर पर കുളിമുറികളിലെ വെള്ളം തീർന്നുപോയി എന്നതാണ്. ജലസ സംഘാടകർ മേലിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും जलमी माहौल भी ഇത് ഏതാനും പ്രസക്തവും അപ്രസക്തവുമായ കാര്യങ്ങളാണ്. वाला था അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൊതുവിൽ ജലസയുടെ സംവിധാനങ്ങളും जो हर साल പ്രഭാഷണങ്ങളുടെയും നിലവാരം അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ഉന്നതമായിരുന്നു. इसका इजहार ഭാഗവാക്കായ എല്ലാവരും बहुत ही आला मयार था। മുൻപ് പങ്കെടുത്തിരുന്നവരും പറഞ്ഞത് ഉന്നത നിലവാരമായിരുന്നു എന്ന് തന്നെയാണ്. बहरहाल इसके लिए शुक्रिया के मुस्तहिक हैं। अल्लाह ताला सबको जज़ा दे। पाकिस्तान के अहमदियों के लिए भी दुआ करें എല്ലാ ജോലിക്കാരും സംഘാടകരും ഇക്കാരണത്താൽ പ്രശംസാർഹരാണ്. और हमारे मुखालफीन जो हैं ये അള്ളാഹു അവർക്ക് ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. करते हैं। പാകിസ്ഥാനിലെ അഹമ്മദികൾക്കായും ദുആ ചെയ്യുക. अपने आप को इन्होंने നാളെ സെപ്റ്റംബർ 7 ആണ്. इकट्ठा करके നമ്മുടെ എതിരാളികൾ വളരെ ആവേശത്തോടു കൂടി ഈ ദിവസം ആഘോഷിക്കുന്നു. ये उनका അന്നേ ദിവസം അവർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി जमात अहमदिया मुस्लिमा ഒന്നാമതായി ഒരു ഹദീസിനെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. खुद इन्होंने कर दी। तो ये ഏതായാലും बड़े जोर शोर से मनाया जाता है। ഇത് അവരുടെ പ്രവൃത്തിയാണ്. जैसे होता അഹമ്മദിയ ജമാഅത്ത് ഈ കക്ഷിയിൽ നിന്നെല്ലാം വേറിട്ടതാണ്. അവർ സ്വയം തന്നെ നമ്മെ അവരെ വേർപെടുത്തുകയാണ് ചെയ്തത്. इंतहाई बेहुदा വളരെ ശബ്ദ കോലാഹലങ്ങളോട് കൂടിയാണ് അവർ ഈ ദിവസം ആഘോഷിക്കുന്നത്. ജാഥകൾ പുറപ്പെടുന്നു,
ജമാഅത്തിന് അസഭ്യം പറയുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ വളരെയധികം ദുഷിച്ച നിരർത്ഥങ്ങളായ കാര്യങ്ങൾ ആരോപിക്കുന്നു. इनका इरादा है कि ഇതെല്ലാം തന്നെ अपने ഖത്മെ നുബുവത്തിന്റെ പേരിലാണ് നടക്കുന്നത്. की कोशिश के लिए मनाएंगे। ഇത്തവണ അവരുടെ ആഗ്രഹം जो लोग ഒരാഴ്ച 10 ദിവസത്തോളം ഈ ഉദ്ദേശ സാഫല്യത്തിനായി പരിശ്രമിക്കുന്നതാണെന്നാണ്. और रहमतुल आलमीन को അള്ളാഹുവിന്റെ പ്രിയനും മനുഷ്യത്വത്തിന്റെ ഔദാര്യവാനും गलत मकासद के लिए बदनाम कर रहे हैं। മുഴുലോകത്തിനും കാരുണ്യവാരിധിയുമായ ആ മഹാത്മാവിനെ തങ്ങളുടെ തെറ്റായ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരെ इस हफ्ते में कराची में फिर 2 शहादतें हुई हैं। അള്ളാഹു എത്രയും പെട്ടെന്ന് പിടിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കട്ടെ. अल्लाह ताला ये भी दुआ करें, अल्लाह ताला जल्द अहमदियों को लिए पाकिस्तान में ഈ ആഴ്ച കറാച്ചിയിൽ के समान पैदा വീണ്ടും 2 ഷഹാത്തുകൾ ഉണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. हाजिर भी है यहाँ हमारे। അള്ളാഹു എത്രയും പെട്ടെന്ന് तो आ गया जनाजा। പാകിസ്ഥാനിൽ അഹമ്മദികൾക്ക് സ്വതന്ത്ര സംവിധാനം സംജാതമാകട്ടെ എന്നും ദുആ ചെയ്യുക. इन 2 शहादा का जनाजा गायब भी, ഇന്ന് ഇവിടെ ഒരു ജനാസ ഹാളിറുമുണ്ട്. क्योंकि वो जनाजा हाजिर है। ജനാസ എത്തിയോ? मैं बाहर जाकर जनाजा पढ़ അദ്ദേഹത്തിന്റെ ജനാസയെ നമസ്കരിപ്പിക്കുന്നതാണ്. सफेद दुरुस्त कर लें। ഈ 2 ഷഹാത്തുകളുടെയും ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാദിറായ കാരണത്താൽ ഞാൻ പുറത്തുപോയി इनकी നമസ്കരിപ്പിക്കുന്നതാണ്. നിങ്ങൾ പള്ളിയിൽ തന്നെ സഫുകൾ നേരാക്കി फातिम बिन यूसुफ से എന്റെ പിന്നിൽ നമസ്കരിക്കേണ്ടതാണ്. और कैंसर ഇവിടെ വഫാത്തായ ഘാനിയൻ സുഹൃത്തിന്റെ പേര് ആദം യൂസുഫ് സാഹിബ് എന്നാകുന്നു. 1956 में 27 ക്യാൻസർ രോഗിയായിരുന്നു. की थी और बैत के बाद 84-ാമത്തെ വയസ്സിൽ സെപ്റ്റംബർ 3-നാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. के तमाम इलाकों में तबलीग की। 1956-ൽ 27-ാം വയസ്സിലാണ് അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. जमातों को ബയ്യത്തിന് ശേഷം അദ്ദേഹം സ്വന്തം ജോലി ഉപേക്ഷിച്ച് തബ്ലീഗ് തുടങ്ങി. सैकड़ों अहबाब ने अहमदियत कबूल की। അദ്ദേഹം ഘാനയിലെ എല്ലാ സ്ഥലങ്ങളിലും തബ്ലീഗ് ചെയ്തു. അധിക സ്ഥലങ്ങളിലും ജമാഅത്ത് സ്ഥാപിച്ചു. പഴയ ജമാഅത്തുകളെ ഊർജ്ജസ്വലമാക്കുന്നതിനായി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ തബ്ലീഗ് ഫലമായി 100 കണക്കിന് ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു. और खुसूसी അദ്ദേഹത്തിന്റെ തബ്ലീഗിലെ താൽപര്യ കാരണത്താൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഘാനയിൽ യൂസുഫ് പ്രീച്ചർ എന്നായി തീർന്നു. അദ്ദേഹം 2003-ൽ UK-യിൽ വരികയുണ്ടായി. ഇവിടെയും അദ്ദേഹം തബ്ലീഗ് തുറന്നുകൊണ്ടിരുന്നു. सेक्रेटरी तबलीग भी പ്രത്യേകമായി റേഡിയോ പ്രോഗ്രാമുകളിൽ തബ്ലീഗ് ചെയ്യാറുണ്ടായിരുന്നു. मिली। അതിൽ വോയിസ് ഓഫ് ആഫ്രിക്ക, 5 में जलसा सालाना कादियान में शमूलियत की तौफीक। WVLS റേഡിയോ എന്നിവ പരാമർശാർഹമാണ്. സ്വന്തം റീജനിലെ സെക്രട്ടറി തബ്ലീഗുമായിരുന്നു. 2001-ൽ ഹജ്ജിനുള്ള ഭാഗ്യവും ലഭിച്ചിരുന്നു. 2005-ൽ കാദിയാൻ ജലസ സാലാനയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചിരുന്നു. വളരെ നല്ല വ്യക്തിയും സൽപ്രകൃതക്കാരനും കൃത്യമായി നമസ്കരിക്കുന്ന ആത്മാർത്ഥ വ്യക്തിയുമായിരുന്നു. ഖിലാഫത്തുമായി അഗാധമായ ബന്ധമായിരുന്നു. മൂസിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംതപ്ത കുടുംബാംഗങ്ങളിൽ 2 ഭാര്യമാരും 10 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ തലമുറ सैयद ताहिर अहमद साहब എപ്പോഴും ദിനിൽ ഉറച്ചു നിൽക്കുന്നവരാകട്ടെ. लांडी कराची हैं। इनकी शहादत ശുഹദാക്കളിൽ ഒരാൾ हुई थी 31 ഡോക്ടർ സയ്യിദ് താഹിർ അഹമ്മദ് സാഹിബാണ്. അദ്ദേഹം സയ്യിദ് നദീർ അഹമ്മദ് സാഹിബിന്റെ മകനാണ്. बैठे हुए थे, ആഗസ്റ്റ് 30-നാണ് ഷഹാദത്ത് സംഭവിച്ചത്. मरीजों को चेक कर रहे थे। അന്ന് അദ്ദേഹം ക്ലിനിക്കിൽ ഇരുന്ന് मर्द और 2 ख्वातीन मरीज के रूप में क्लिनिक में दाखिल രോഗികളെ और इनमें से एक मर्द പരിശോധിക്കുന്ന സമയത്ത് डॉक्टर साहब को 6 गोलियां लगी। डॉक्टर साहब 2 സ്ത്രീകളും 2 പുരുഷന്മാരും तो मामूल की फायरिंग രോഗികളുടെ രൂപത്തിൽ ക്ലിനിക്കിൽ പ്രവേശിച്ചു. होती रहती അതിലെ പുരുഷന്മാർ ഡോക്ടർ സാഹിബിന് നേരെ വെടിയുതിർക്കുകയുണ്ടായി. ഡോക്ടർ സാഹിബിന് 6 വെടിയുണ്ടകളേറ്റു. ഡോക്ടർ സാഹിബിന്റെ ഭാര്യ വെടിവെച്ച് കേട്ടപ്പോൾ അത് സാധാരണ വെടിവെപ്പായിരിക്കുമെന്ന് കരുതി. क्लिनिक की तरफ आए तो देखा कि डॉक्टर കാരണം കറാച്ചിയിൽ എപ്പോഴും വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അവിടെ അയൽവാസി വെടിവെച്ച് കേട്ട് പുറത്തിറങ്ങിയപ്പോൾ 4 പേരെ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി ഓടുന്നതായി കണ്ടു. आ गए। ഉടൻ അദ്ദേഹം ക്ലിനിക്കിലെത്തിയപ്പോൾ ഡോക്ടർ സാഹിബിനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി കണ്ടു. ഉടൻ തന്നെ ഡോക്ടർ സാഹിബിനെ ഒരു വണ്ടിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മാർഗമധ്യേ ഡോക്ടർ സാഹിബ് ഷഹാദത്തിന്റെ ചഷകം രുചിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാമഹനായ ഹക്കീം ഫദ്ലില്ലാഹി സാഹിബ് മുഖേനയായിരുന്നു. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ബയ്യത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ പിതാവ് ഗുജ്റൻവാല ജില്ലയിലെ തൽവണ്ടി വാസിയായിരുന്നു. 1970-ൽ അദ്ദേഹം കറാച്ചിയിലേക്ക് താമസം മാറ്റി. ഷഹാദത്ത് സമയത്ത് ഷഹീദിന്റെ പ്രായം 55 വയസ്സായിരുന്നു. അദ്ദേഹം DHMS की डिग्री हासिल की। ഇന്റർ വരെയുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കിയതിനു ശേഷം മെക്കാനിക്കൽ 30 साल मुलाजमत की और अब 3 साल के बाद അസോസിയേറ്റ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. പിന്നീട് കറാച്ചിയിൽ നിന്നും मरहूम
बतौर सेक्रेटरी दावत DHMS-ൽ ഡിഗ്രി കരസ്ഥമാക്കി. നാഷണൽ ഓയിൽ റിഫൈനറിയിൽ 30 വർഷത്തോളം ജോലി അനുഷ്ഠിച്ചു. 3 വർഷത്തിനു ശേഷം വിരമിക്കാനിരിക്കുകയായിരുന്നു. ഷഹീദ് മർഹൂം ഷഹാദ് സമയത്ത് मरहूम इंतहाई नफीस तबीयत के ഹൽക്ക കലാണ്ടിയിലെ സെക്രട്ടറി ദാവത്തേലയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. अपने इलाके में एक मोअज़्ज़ज़ शख्सियत थे. മർഹൂം വളരെയധികം അമൂല്യ വ്യക്തിത്വത്തിനുടമയായിരുന്നു. तज़ियत की गरज से എല്ലാവരോടും ഇടപഴകുന്ന, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വളരെ വിശാലമായിരുന്നു. സ്വന്തം പ്രദേശത്ത് ആദരണീയനായ खुदा के बढ़कर 16 വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഷഹാദത്തിന് ശേഷം വലിയൊരു വിഭാഗം പരിസരവാസികൾ അനുശോചനം അറിയിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ചുകൂടി. സ്വന്തക്കാരും കുടുംബക്കാരും അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. ആരെങ്കിലും അന്യായം आते ही मरीज आ गए. പ്രവർത്തിച്ചാൽ തന്നെ അത് പുറത്തു കൊടുത്തുകൊണ്ട് രഞ്ജിപ്പിനായി മുൻകൈയെടുക്കുമായിരുന്നു. അദ്ദേഹം ഒരു വിദഗ്ധനായ ഹോമിയോ ഡോക്ടറായിരുന്നു. तहज्जुद का इंतजाम भी किया करते थे. നിരന്തരമായി ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. പലപ്പോഴും വീട്ടിൽ പോലും രോഗികൾ എത്തുമായിരുന്നു. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം ചികിത്സിക്കുമായിരുന്നു. उसके बावजूद हल्के में दौराजात के നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തിയിരുന്നു. തഹജ്ജുദും കൃത്യമായി നമസ്കരിക്കുമായിരുന്നു. किया करते थे. വിവിധ സന്ദർശന വേളകളിൽ बच्चों की पढ़ाई और तरबियत पर तवज्जो देने वाले പ്രാദേശിക ലജന സദറായ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു. मोहतरमा सैयदा ताहिर साहिबा തിരക്കുണ്ടായിട്ടൂടെ അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു. അങ്ങേയറ്റം വാത്സല്യനിധിയായ പിതാവും കുട്ടികളുടെ പഠിത്തത്തിൽ ശിക്ഷണത്തിലും ശ്രദ്ധിക്കുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് और बेटियां ഭാര്യ സയ്യിദ താഹിറ താഹിർ സാഹിബയും 3 ആൺമക്കൾ 32 വയസ്സുള്ള റിസ്വാൻ താഹിർ, ഫർഹാൻ താഹിർ 29 വയസ്സ്, മുസ്തബ താഹിർ 19 വയസ്സ്, കൂടാതെ 2 പെൺമക്കൾ സുബയ്യ ഉസ്മാൻ റുബാബ് താഹിറ എന്നിവരുമാണ് സന്തപ്ത കുടുംബാംഗങ്ങളായിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. ഷഹീദ് മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. 4 सितंबर को ये तकरीब രണ്ടാമത്തെ ഷഹീദ് യാക്കൂബ് അഹമ്മദ് സാഹിബിന്റെ മകനായ മലിക് അജാസ് അഹമ്മദ് സാഹിബാണ്. രംഗി ടൗൺ കറാച്ചിവാസിയാണ്. സെപ്റ്റംബർ 4 ഷഹാദത്ത് സംഭവിച്ചത്. की शहादत हुई है 11:15 बजे. शहीद मरहूम ഏകദേശം 11:45 ഷഹാദത്ത് സംഭവിച്ചത്. हमरा स्टिचिंग की ठेकेदारी काम किया करते थे. दोनों घर से फैक्ट्री जाने के लिए अपनी मोटरसाइकिल पर निकले. അദ്ദേഹം ഗാർഡൻ ഫാക്ടറിയിൽ തന്റെ സഹോദരനായ മലക്ക് റദ സാഹിബിനോടൊപ്പം സ്റ്റിച്ചിങ്ങിന്റെ കരാർ പണിയാണ് ചെയ്തിരുന്നത്. फिर रास्ते में घोड़े രണ്ടുപേരും ഫാക്ടറിയിലേക്ക് പോകുന്നതിനായി 2 ബൈക്കുകളിൽ പുറപ്പെട്ടു. के करीब आकर बाईं साइड से कान के करीब फायर किया. गोली അദ്ദേഹം സഹോദരനിൽ നിന്നും അല്പം പുറകിലായിരുന്നു. शहीद हो गए. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन. വഴിയിൽ വെച്ച് 2 അജ്ഞാത വ്യക്തികൾ അടുത്തുവന്ന് ഇടതുഭാഗത്ത് നിന്ന് ചെവിക്കടുത്ത് വെടിവെക്കുകയുണ്ടായി. एक कार के ड्राइवर വെടിയുണ്ട തലയിലൂടെ തുളച്ച് പുറത്തുവരികയുണ്ടായി. തൽഫലമായി സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവത്തിന് ശേഷം അക്രമികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. किया हल्की दाढ़ी वाला പുറകിലുണ്ടായിരുന്ന കാറിന്റെ ഡ്രൈവർ പറഞ്ഞത്, शहीद मरहूम के അക്രമികൾ 2 പേരും യുവാക്കളായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. പുറകിലിരുന്ന വെടിവെച്ച ആൾ ചെറിയ താടിയുള്ള യുവാവായിരുന്നു. में मुकर्रम मोहतरम चौधरी गुलाम रसूल बसरा साहिब साहबी हज़रत ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാമഹനായ മിയാൻ അഹമ്മദ് സാഹിബ് മുഖേനയായിരുന്നു. 2ാം ഖിലാഫത്ത് കാലത്തായിരുന്നു അത്. ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായ ചൗധരി ഗുലാം റസൂൽ വഫ്ര സാഹിബിന്റെ തബ്ലീഗ് ഫലമായിട്ടാണ് ബയ്യത്ത് ചെയ്തത്. से चक 99 शुमाली सरगोदा शिफ्ट हो गए. ജോഡോ കല പിഷാവറിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എന്നാൽ എതിർപ്പ് കാരണത്താൽ ചൗധരി ഗുലാം റസൂൽ സാഹിബിന്റെ അഭിപ്രായത്തിൽ वालिद ने बड़ा किरदार സർഗോദയിലെ വടക്കുഭാഗത്തേക്കുള്ള ചെക്കിലേക്ക് താമസം മാറ്റി. അവിടെ അവരുടെ കുടുംബത്തിന് ജമാഅത്തിന് മഹത്തായ സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. അവിടുത്തെ പള്ളിയുടെ നിർമ്മാണത്തിലും 1990 में ये ഷഹീദ് മർഹൂമിന്റെ പിതാവ് മഹത്തായ പങ്കാണ് വഹിച്ചത്. മർഹൂമിന്റെ പിതാവ് 90 വയസ്സുള്ള മലക്ക് യാക്കൂബ് അഹമ്മദ് സാഹിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മാതാവ് വഫാത്തായി. इनके बहनोई भी शहीद किए गए 1990 സർഗോദയിൽ നിന്ന് കറാച്ചിയിലേക്ക് താമസം മാറ്റി. शिफ्ट हो गए थे. സഹോദരി ഭർത്താവ് മുഹമ്മദ് നവാസ് സാഹിബ് ഷഹീദും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് താമസം മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഷഹീദാക്കപ്പെട്ടിരുന്നു. हर एक से खुश होकर मिलते. किसी की दिलशिकनी उनको पसंद न थी. बच्चों के साथ इंतहाई मोहब्बत के साथ ഷഹീദ് മർഹൂം अपने അങ്ങേയറ്റം ആത്മാർത്ഥതയും സ്നേഹവും भाई के बच्चों के साथ भी इंतहाई അനുകമ്പയുമുള്ള വ്യക്തിയായിരുന്നു. എല്ലാവരോടും പ്രസന്നവദനായി ഇടപെടുമായിരുന്നു. ആരെയും വിഷമിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹത്തോടെ വർത്തിക്കുമായിരുന്നു. സ്വന്തം മക്കളെ കൂടാതെ സഹോദര പുത്രന്മാരോടും നല്ല നിലയിൽ പെരുമാറുമായിരുന്നു. ईमानी गैरत रखते थे. അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്ന കുട്ടികളും पर गहरा असर लेते. निज़ाम जमात की आप कामिल इताअत करते. जब किसी काम के लिए कहा जाए तो फौरन प्रशासन के साथ करते. ജമാഅത്തിന് അങ്ങേയറ്റം വികാരമുള്ളവരായിരുന്നു.
ആരുടെയെങ്കിലും ഷഹാദത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ പ്രഭാവിതനാകുമായിരുന്നു. ജമാഅത്ത് വ്യവസ്ഥിതിയെ പൂർണ്ണമായും അനുസരിച്ചിരുന്നു. ഏതെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ സന്തോഷം അത് ഏറ്റെടുക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം സഹോദരി ഭർത്താവായ മുഹമ്മദ് നവാസ് സാഹിബിന്റെ ഷഹാദത്ത് സമയത്ത് ഈ സൗഭാഗ്യം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഷഹീദ് മർഹൂമിന്റെ പ്രായം 36 വയസ്സായിരുന്നു. സംതപ്ത കുടുംബാംഗങ്ങളിൽ പിതാവ് മലക് യാക്കൂബ് അഹമ്മദ് സാഹിബ് കൂടാതെ ഭാര്യ റാഷിദ എജാസ് സാഹിബയും 12 വയസ്സുള്ള ഒരു മകളും 10ഉം 8ഉം വയസ്സുള്ള ആൺമക്കളുമുണ്ട്. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ. കുട്ടികൾക്കും മറ്റുള്ളവർക്കും സഹനവും ധൈര്യവും നൽകട്ടെ. അവരുടെ സഹായവുമായി തീരട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.